ഈ ക്രിസ്തുമതം എന്ന് പറയുന്നതല്ല, ഏത് മതത്തിലായാലും വിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളുടെ കുറേ ചിന്തകളുണ്ട്, അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ. മലബാർ ക്രിസ്ത്യാനിറ്റിയുടെ കീഴിൽ നിലനിന്ന ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് അൾത്താര അഭിമുഖമായിരുന്നു. അതായത് ദൈവം അവിടെ ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് കുർബാന സമയത്ത് ദൈവം അവിടെ ഉണ്ട്. ഈ പറയുന്ന കേരളത്തിലെ ഈ സീറോ മലബാർ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കാര്യങ്ങൾ മേൽനോട്ടം ഉണ്ടായിരുന്നു. ഏതൊരു നിർദ്ദേശവും അല്ലെങ്കിൽ ഏതൊരു അഭിപ്രായവും സ്വർഗത്തിൽ നിന്ന് പറയുന്ന തുല്യമാണ്. അതിനെതിരിടാനായിട്ട് വിശ്വാസികൾക്ക് പറ്റില്ല. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ പാർത്ഥസാരഥിയാണ്. സാർ നമസ്കാരം. ക്രൈസ്തവ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഏകീകൃത കുർബാന അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന. ആ ഒരു വിഷയം ഒട്ടേറെ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും സഭയൊക്കെ നയിച്ചൊരു ഘട്ടമായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം അല്ലേ? അപ്പോൾ എന്താണ് ഈ ജനാഭിമുഖ കുർബാന? അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് വേറെ കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് നോക്കുന്ന റോമൻ കത്തോലിക്ക മതത്തിൻ്റെ കീഴിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. അപ്പോൾ അതിൽ 3 കേരളത്തിലാണ്. അതിൽ ഒരെണ്ണമാണ് ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്നത്. ആ സീറോ മലബാർ സഭയോട് ബന്ധപ്പെട്ട് വരുന്ന കൊച്ചിയിലെ അതിൻ്റെ രൂപതയുണ്ട്. അതുപോലെ തന്നെ പറയില്ല, അതിനോട് ഒത്തിരി 35ഓളം രൂപതകളോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ ചില രൂപതകളിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് കുർബാനയോട് ബന്ധപ്പെട്ട് വരുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലായിരിക്കണമെന്നുള്ള ഒരു എന്താ പറയുന്നത്, അതിനോടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അത് ഏത് രീതിയിലായിരിക്കണം, ഒത്തുതീർപ്പുണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയും, ഇപ്പോൾ ജനാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ, അതായത് വിശ്വാസികളുടെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് അഭിമുഖമായി അർപ്പിക്കുന്ന കുർബാനയാണ് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അൾത്താരയുടെ ഭാഗമായിട്ടാണ് ആ കുർബാന അർപ്പിക്കുന്ന അതിൻ്റെ വക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കർമ്മി മാറുന്നത്. ഈ അൾത്താര അഭിമുഖ കുർബാനയിൽ അങ്ങനെയല്ല. അവിടെ എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം എവിടെയാണ് ഹൈക്കല എന്ന് പറയുന്നത്, ജനങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് അവിടെ ബേമ എന്ന് പറയുന്ന ഒരു പീഠമുണ്ട്. ആ പീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈ പറയുന്ന അർച്ചകൾ അർപ്പിക്കുന്നത്, ഈ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾക്കൊപ്പമാണ്. അപ്പോൾ അൾത്താരയിലല്ല. അൾത്താര എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അൾത്താര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അതായത് ദൈവം അവിടെ ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് കുർബാന സമയത്ത് ദൈവം അവിടെ ഉണ്ട്. അപ്പോൾ അൾത്താരയിൽ നിലനിൽക്കുന്ന ഒരാൾ, അതായത് ജനാഭിമുഖ കുർബാനയിൽ അൾത്താരയിൽ നിന്നുകൊണ്ട് കർമ്മം നിർവഹിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരാൾ, അതായത് ആ ഒരു ഏത് പള്ളിയിലാണോ ആ രൂപതയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വക്താവ് എന്ന് പറഞ്ഞാൽ സ്വർഗതുല്യനാണ്, ദൈവത്തിന് തുല്യനായിട്ട് മാറുകയാണ്. കാരണം അൾത്താര എന്ന് പറഞ്ഞ ബലിപീഠമുണ്ട്, അതുപോലെ തന്നെ ക്രൂശിത രൂപമുണ്ട്, അതുപോലെ ഏറ്റവും വിശേഷപ്പെട്ട ഇതുപോലെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഈ അപ്പവും വീഞ്ഞെന്നൊക്കെ പറയുന്നത് അത് തിരുശരീരമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അതിൻ്റെ കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരുടെ വക്താവ് നൽകുന്ന ഏതൊരു നിർദ്ദേശവും അല്ലെങ്കിൽ ഏതൊരു അഭിപ്രായവും സ്വർഗത്തിൽ നിന്ന് പറയുന്ന തുല്യമാണ്. അതിനെതിരിടാനായിട്ട് വിശ്വാസികൾക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് അത് തെറ്റാണെന്നും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സ്ഥലമാണെന്നും ജനങ്ങളുടെ ഒപ്പം നിന്നാണ് കുർബാന അർപ്പിക്കേണ്ടതെന്നാണ് ഈ അൾത്താര അഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, അതായത് ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് തുല്യരാണ്. അപ്പം ഇതാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. ഇതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വെക്കുന്ന സംഭവങ്ങൾ ഇതൊന്നുമല്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു അധികാരത്തിൻ്റെ പിടിച്ചെടുക്കലാണ്. കാരണം നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്ന പ്രദേശം, എറണാകുളമുണ്ട്, അതുപോലെ തന്നെ പാലക്കാടുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ജനാഭിമുഖ കുർബാനയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അതിനോട് ആ ഒരു രൂപതയുടെ അധ്യക്ഷത അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പള്ളിയോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ കിട്ടുന്ന സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത എന്ന് പറയുന്നത് ദൈവികമായിട്ട് മാറുകയാണ്. മറ്റുള്ളവരുണ്ടായിരുന്നു. ആ മറ്റുള്ളവരെന്ന് പറയുന്നത് എങ്ങനെയാണ്? അൾത്താര അഭിമുഖം. ഇപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നു, ചങ്ങനാശ്ശേരിയിലെ ഈ പറയുന്ന മാർപ്പാവത്തിൽ എന്ന് പറയുന്നു, പുള്ളിക്കാരനോട് ബന്ധപ്പെടുത്തി വരുന്ന ആ കുർബാനയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നതാണ്, ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് ശരിയാണെന്നുള്ളതാണ്. ഈ പ്രശ്നം എന്നൊരു വാക്ക് കടന്നു വരുന്ന ഏതാണ്? എതിർഭാഗത്തൊരു വിഭാഗമുള്ളത് കൊണ്ടാണ് പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ 2 അധികാരങ്ങളാണ്. ഈ വ്യക്തികൾ
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈക്കല എന്ന് പറയുന്ന പ്രദേശത്ത് നിലകൊള്ളുന്ന ബേമ എന്ന് പറയുന്ന ഒരു പീഠത്തിൽ നിന്നുകൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കുർബാന നടത്തുമ്പോൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് തോന്നലുണ്ടാകുന്നു. മറ്റേത് അങ്ങനെയല്ല എന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ദൈവിക ശക്തിയുള്ള ഒരാളായിട്ട് മാറുന്നു, അധികാരമുള്ളവരുമായിട്ട് മാറുകയും. ഇതാണ് ഇതിന്റെ ബേസിക് പ്രശ്നമായിട്ട് വരുന്നത്. സാർ, ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പൊളിറ്റിക്സിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ സീറോ മലബാർ സഭയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഈ സീറോ മലബാർ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവരൊരു ചരിത്രത്തോട് ബന്ധപ്പെട്ട് സെന്റ് തോമസ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അതിനൊരു ഭാഗമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു വിഭാഗം പിൻകാലത്ത് AD 345 ഈ പേർഷ്യയിലുണ്ടാകുന്ന പേർഷ്യൻ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗമായിട്ട് നിലനിൽക്കുന്ന വിഭാഗങ്ങൾ, അവിടെ ഈ പറയുന്ന ക്രൂശിത പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിശ്വാസികളെ ദ്രോഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 345 ജ്ഞായ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള കുറേ ആൾക്കാർ 72 കുടുംബങ്ങളാണെന്ന് പറയുന്നത്. അത് അവരുടെ ഒരു വിശ്വാസമാണ്. അവരിങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു, കൊടുങ്ങല്ലൂർ മറ്റുള്ള പ്രദേശങ്ങളിലെല്ലാം ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അവരുടെ ആ ഒരു സമുദായത്തിന് ആ ഒരു വളർച്ച ഉണ്ടാകുന്നത്. പിന്നീട് പോർച്ചുഗീസുകാരുടെ കാലഘട്ടം വരുമ്പോൾ ഇവരുടെ ആരാധനക്രമങ്ങളെല്ലാം തന്നെ പോർച്ചുഗീസുകാർ കയ്യേറുന്നു. പിന്നെ പോർച്ചുഗീസുകാരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുമെന്ന് പറയുന്ന മാർ അബ്രഹാം എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ ഈ അന്തോക്യ അല്ലെങ്കിൽ പറയുന്ന ബാബിലോണിയയിൽ നിന്നെല്ലാം അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരായിരുന്നു ഈ പറയുന്ന കേരളത്തിലെ ഈ സീറോ മലബാർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർ വരുമ്പോൾ പുള്ളിക്കാരൻ മരിക്കുന്ന ഒരു ടൈമുണ്ട്. 1597 കാലഘട്ടങ്ങൾ, 96 സംഭവിക്കുന്നത്. 96 മരണത്തിന് ശേഷം പിന്നീട് പോർച്ചുഗീസുകാരുടെ കീഴിലേക്ക് മാറുകയാണ്. പോർച്ചുഗീസുകാർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് ഇത് റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഗോവയിൽ നിന്നുള്ള അവിടുത്തെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ഈ പറയുന്ന അലക്സ് മെൻസിസ് എന്ന് പറയുന്ന അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ടാണ് 1599 ഉദയൻപേര് ഒരു മതസമ്മേളനം സുനഹദോസ് അല്ലെങ്കിൽ സിനഡ് എന്ന് പറയുന്ന മതസമ്മേളനം വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതിനുണ്ടെങ്കിൽ സിറിയൻ ഭാഷയിൽ ഉണ്ടാകുന്ന മതഗ്രന്ഥങ്ങളെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്തു വിഭാഗത്തിൻ്റെ സിറിയൻ വിഭാഗത്തിന് അല്ലെങ്കിൽ സിറിയൻ ക്രിസ്തുമത വിഭാഗമായിട്ടുള്ള ഇവരുടെ പല കാഴ്ചപ്പാടുകളും ആചാരങ്ങളും ഇല്ലായ്മ ചെയ്യുകയാണ്. നമുക്കറിയാം, ഹിന്ദു മതത്തോട് ബന്ധപ്പെടുത്തി രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതങ്ങളുടെ കുറേ അംശങ്ങൾ ആ മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ചോറൂണ്, അതുപോലെ പേര് വിളിക്കൽ, അതുപോലെ തന്നെ അത്തരം കർമ്മങ്ങളുണ്ട്. അതുപോലെ വിവാഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഈ വസ്ത്രങ്ങൾ കൊടുക്കുന്നത്, വസ്ത്രങ്ങൾ കൈമാറുന്നത്, സാരികൾ കൈമാറുന്നത്, അങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ട്. അതുപോലെ സ്ത്രീകൾ തന്നെ മുടിയിൽ കുരിശു വെക്കുമായിരുന്നു, ഹിന്ദു നാമങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇതെല്ലാം മാറ്റുകയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് റോമൻ നിയമങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ലാറ്റിൻ ഭാഷയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആചാരക്രമം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിലനിർത്താൻ വേണ്ടി ഈ ഗോവയിൽ നിന്ന് വന്ന അലക്സ് മെൻസിസ് ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുനഹദോസ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇവർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ സിറിയൻ ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസത്തിൽ സന്ധ്യയ്ക്ക് ദിവസം തുടങ്ങി സന്ധ്യയ്ക്ക് അവസാനിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 7 മണിക്ക് സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം 7 ആ സമയം വരെയാണ് ഒരു ദിവസം കണക്കാക്കുന്നത്. റോമൻ നിയമം അനുസരിച്ച് അത് മാറി അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാൽ ദിവസം ആരംഭിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവരയിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ തീരാ വല്ലാത്തൊരു ഒരു വിഷമത്തിലൂടെയാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു വിഭാഗത്തെ അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെല്ലാം പോർച്ചുഗീസുകാരോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കണക്കാക്കുന്ന മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു. 1877 ഈ പോൾ 13 എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഇതിനു വേണ്ടിയുള്ള അതല്ലെങ്കിൽ ഈ സഭയുടെ ഒരു അധികാരം അല്ലെങ്കിൽ ഇവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു സമാധാനമാണ് ശരിക്കും പറയുന്നത്. അതായത് ഇവർ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വതന്ത്രത്തോടെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് 1877 വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം തന്നെ അൾത്താര അഭിമുഖ കുർബാനയാണ് നിലനിന്നിരുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിലനിന്ന് പോരുന്നത് ഈ ക്രിസ്തുമത വിഭാഗം സീറോ മലബാർ എന്ന് പറയുന്ന ക്രിസ്തീയ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സിറിയൻ മലബാർ ക്രിസ്ത്യാനിറ്റിയുടെ കീഴിൽ നിലനിന്ന ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് അൾത്താര അഭിമുഖമായിരുന്നു. ആ അൾത്താര അഭിമുഖം മാറുന്നത് പിൻകാലത്താണ്. പിൻകാലത്തെന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം 2ാം വത്തിക്കാൻ സിനഡ് നിൽക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് പറയുന്നത് ജോസഫ് പാറേക്കാട്ടിൻ്റെ കാലഘട്ടത്തിലാണ്. കർദിനാളായിരുന്ന ആളായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ കാലഘട്ടത്തിലാണ് പുള്ളിക്കാരന് പ്രത്യേക അവകാശം മേടിക്കുകയാണ്. ആ അവകാശം മേടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ചില സംസ്കാരങ്ങൾ, ആ മതം വളരുന്ന പ്രദേശത്തിൻ്റെ ചില സംസ്കാരങ്ങൾ ആ മതത്തിൻ്റെ വളർച്ചയിൽ കടന്നു വരാമെന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്.
ആ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യയോട് ബന്ധപ്പെടുത്തി വരുന്ന കുറേ ആശയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന റോമൻ കത്തോലിക്കമുണ്ട്, റോമൻ വിഭാഗങ്ങളുണ്ട്, ലാറ്റിൻ, അവരെല്ലാം ജനാഭിമുഖ കുർബാനയാണ്. അതിൽ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, ജനാഭിമുഖ കുർബാന കൊണ്ടുവരികയാണ്. അപ്പോൾ രണ്ടാം വത്തിക്കാൻ സിനഗഡിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ സൃഷ്ടിയായിരുന്നു ഈ പറയുന്ന ജനാഭിമുഖ കുർബാന. 1968 നടന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 1968 ശേഷം മാത്രമേ ജനാഭിമുഖ കുർബാനയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ജോസഫ് പാറേക്കട്ടൽ എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുന്നത് ഈ എറണാകുളം രൂപതയുടെ ശില്പിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ടാം സിനഗഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ക്രിസ്മസിൻ്റെ തലേന്ന് ആണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസിൻ്റെ തലേന്നാണ് ഈ പറയുന്ന സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പ്രശ്നമുണ്ടാകുന്നത്. അവിടെ അർച്ചന നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുർബാന നടക്കുന്ന സമയത്ത് ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്ന വിഭാഗം എത്തുകയാണ്. അവരവിടെ എത്തിയിട്ട് പിന്നീട് ഉന്തും തള്ളും പ്രശ്നങ്ങളാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിൻ്റെ തിരുശരീരം അല്ലെങ്കിൽ രക്തമെന്നെല്ലാം കണക്കാക്കപ്പെടുന്ന ആ ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും കയ്യിൽ എടുത്തു പിടിച്ച് ഓടിക്കൊണ്ടാണ് അവരെ കർമ്മം നിർവഹിക്കുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രീസ്റ്റ്ഹുഡിന് കടമയുണ്ട്. ആ പ്രീസ്റ്റ്ഹുഡിന് ഒരു കണക്കാക്കുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും വിശ്വാസികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് മധ്യവർത്തികളായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നത് ഇപ്പോൾ അവർ ആൾത്താരയിൽ നിന്നാലും അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ജനങ്ങൾക്കൊപ്പം നിന്നാലും ഇവരുടെ ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തികളായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു സ്ഥാനം അവർക്കുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജനാഭിമുഖ കുർബാനയെ അലങ്കോലപ്പെടുത്താൻ വന്ന ആൾത്താരാഭിമുഖ കുർബാനയുടെ ആൾക്കാരുണ്ട്. അവരുടെ കൂടെ പുരോഹിതന്മാരും മറ്റുള്ളവരും അവർ സഹായമുണ്ട്. ഇവരുടെ ഇടയിൽ മധ്യവർത്തിയായിട്ട് വർത്തിക്കുന്ന പോലീസുകാരാണ്. അത് ജനങ്ങളുടെ വിശ്വാസികളുടെ ഇടയിൽ പൗരോഹിത്യത്തിന് വേണ്ടായിരുന്ന സ്ഥാനം പോലീസുകാർ കയ്യേറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഈ അധികാര തർക്കം മൂലമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അതായത് അധികാരം വിട്ടുകൊടുക്കാൻ ഇവര് മനസ്സിലാക്കില്ല. അതിലൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇതിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എറണാകുളം അതിരൂപതയോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ അൾത്താര അഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുന്നതിൽ പറയുന്നത് എന്താണ്, ഇവർ പറയുന്നത് ഇതൊരു ജാരസന്തതിയാണെന്ന് പറയുന്ന രീതി. 1968 ഈ എറണാകുളം അതിരൂപത ഉണ്ടാക്കിയെടുത്ത രണ്ടാം വത്തിക്കാൻ സിനഗഡിന് ശേഷം ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണെന്ന് പറയുന്നത്. അങ്ങൊരു സമ്പ്രദായം കത്തോലിക്ക നിയമത്തിലോ അല്ലെങ്കിൽ ക്രിസ്തുമത രീതിയിലോ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടാകും മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അത് ആ വഴി തന്നെ മുന്നോട്ട് പോകണം, ആ കുർബാന രീതി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ എറണാകുളത്തുള്ള, തൃശ്ശൂരുള്ള, പാലക്കാടുള്ള, അതുപോലെ തന്നെ ഈ മാനന്തവാടി ആ പ്രദേശങ്ങളിലുള്ള രൂപതകളെല്ലാം ഈ രീതിയിലാണ്. അപ്പോൾ ഈ അൾത്താര അഭിമുഖ കുർബാന എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി സംബന്ധിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ 1992 കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രശ്നം 1999 ബന്ധപ്പെടുത്തിയാണ്. ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ഐക്യത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിനൊരു ഫോർമുല ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ പപ്പാതി എന്നുള്ള രീതിയിൽ അത് പകുതി ജനാഭിമുഖവും പകുതി ഈ പറയുന്ന അൾത്താരാഭിമുഖവുമായിട്ടുള്ള കുർബാന അർപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതിൽ തന്നെ സംശയമുണ്ട്, ഇതിൽ തെറ്റില്ല രണ്ടിലും. ഒരു വിഭാഗം പറയുന്നു ജനാഭിമുഖ കുർബാന തെറ്റാണെന്ന് പറയുന്നു, ജനാഭിമുഖ കുർബാന തെറ്റാണെന്ന് പറയുമ്പോൾ ആൾത്താരാഭിമുഖ ശരിയായി വരികയാണിരുന്നത്. അപ്പം ഇത് രണ്ടും ഒരുപോലെ പകുതി കൃത്യമായ ഒരു മണിക്കൂറത്തെ പ്രാർത്ഥനയാണെങ്കിൽ അരമണിക്കൂർ ജനാഭിമുഖ കുർബാനയും അരമണിക്കൂർ ആൾത്താരാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ഫോർമുല വെക്കുകയാണ്. ആ ഫോർമുലയോട് ബന്ധപ്പെടുത്തി ഈ പറയുന്ന പാലയ പോലുള്ള പ്രദേശങ്ങളിൽ, ഇടുക്കി പോലുള്ള രൂപതകളിലെല്ലാം തന്നെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു 3 രീതിയാണ് സീറോ മലബാർ സഭയിൽ നിലനിന്നിരുന്നത്. ഒന്ന് ജനാഭിമുഖ കുർബാന, ഒന്ന് ആൾത്താരാഭിമുഖ കുർബാന, അതുപോലെ തന്നെ ഈ പകുതി എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇതിനെല്ലാം ഒരു ഐക്യം വേണമെന്നുള്ള രീതിയിലാണ് ഈ 2021 ഈ സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിട്ടുള്ള കാക്കനാടുള്ള സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ചാപ്പലിൽ വെച്ച് അവർ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡേറ്റ് പറയുന്നത്, ആ ഡേറ്റിനുള്ളിൽ പറയുന്നത് എന്താണ്, അവർ പറയുന്നത് എല്ലായിടത്തും ഏകീകൃത കുർബാന ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ആ കുർബാന നടത്തണമെന്നുള്ള അന്ത്യശാസ്ത്രമാണ്. അപ്പോൾ അതിൽ വരുന്ന ജോർജ് ആലഞ്ചേരിയാണ് അവിടെ അന്ന് കുർബാന അർപ്പിക്കുന്നത്. ആ കുർബാന അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എറണാകുളത്തുള്ളവർ ഉൾപ്പെടെ അതിന് നിലനിൽക്കേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ ആന്റണി കരിയന് മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി പുള്ളിക്കാരനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലെല്ലാം തന്നെ ജനാഭിമുഖ കുർബാന നടത്തുകയാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ എറണാകുളം രൂപതയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അഭിമാന പ്രശ്നമാണ്. അഭിമാന പ്രശ്നം എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത് ഈ എറണാകുളം രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്, അതിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള നേരത്തെ പറഞ്ഞ പാറേക്കട്ടിൽ എന്ന് പറയുന്നത്, ജോസഫ് പാറേക്കട്ടിൽ എന്ന് പറയുന്ന കർദിനാളായിട്ട് മാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അധികാരങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം അത്രയ്ക്ക് വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് സഭ കണക്കാക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സമ്പ്രദായത്തെ ജാരസന്തതിയാണെന്നും ക്രിസ്തുമത വിശ്വാസത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എറണാകുളം അതുപോലുള്ള ആ രൂപതയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ ആശയമായിട്ട് മുന്നോട്ട് പോകുന്ന രൂപതകളുടെ ഒരു ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ ക്രിസ്തുമതം എന്ന് പറയുന്നതല്ല ഏത് മതത്തിലായാലും വിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളുടെ കുറേ ചിന്തകളുണ്ട്, അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒത്തിണങ്ങി വരുമ്പോഴാണ് അവരുടെ ഒരു രീതി മാറുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ദൈവം കേൾക്കുമോ എന്നുള്ളതല്ല. ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു, ദൈവാലയത്തിൽ പോലീസുകാർ നിന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാന ദൈവം കൈക്കൊള്ളുമോ എന്ന് ചിന്തിച്ചാൽ മതി വിശ്വാസി സമൂഹം. അപ്പോൾ അത് അവർക്കറിയാം, അത് നടക്കുമോ ഇല്ലയോ എന്നൊരു തീരുമാനം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആര് ചെയ്യുന്നു, ആരുടെ വാക്കാണ് അവഗണിക്കേണ്ടത്, ഏതൊരു വാക്കാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന ചോദ്യമാണ് വരുന്നത്. ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് കീഴ്പ്പെടാൻ തയ്യാറാകാത്ത പൗരോഹിത്യത്തിനോട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ വക്താക്കൾ. ഞാൻ ഒരു കാര്യം പറയാൻ വെക്കുന്നത്, ഇപ്പോൾ റോമൻ കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പോപ്പായാലും അല്ലെങ്കിൽ ഈ വിഭാഗത്തോട് ബന്ധപ്പെട്ട മെത്രാനായാലും അല്ലെങ്കിൽ മലയാളികൾ പറഞ്ഞു വെക്കുന്ന തിരുമേനി ആയാലും ഇതെല്ലാം തന്നെ ഫ്യൂഡൽ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു സവർണ കാഴ്ചപ്പാടുകൾ. സവർണ കാഴ്ചപ്പാടെന്ന് ഞാൻ പറയുന്നത് ഒരു ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ജാതി ആ അർത്ഥത്തിലില്ല, കുടുംബവാഴ്ചയുണ്ട്. പറയുമ്പോൾ ഒരു സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ പോപ്പ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അതുകൊണ്ടാണോ ഈ സവർണ മേധാവിത്വം എന്ന് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ടാണോ? ഇല്ല, അത് പോപ്പിന്റെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഈ സവർണ മേധാവിത്വം എന്ന് പറയുന്ന ഇത്തരം ആൾക്കാർ, അതായത് ഇതിൻ്റെ എല്ലാം ബിഷപ്പോ അല്ലെങ്കിൽ ഒരു ഇടവകയുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാധികാരിയായിട്ട് വരുന്ന ആൾക്കാർ, ആ ആൾക്കാരുടെ കുടുംബത്തിലൊരു മഹിമ സമൂഹത്തിലുണ്ട്. ആ മഹിമ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാം പേര്, ഒരു പേരുണ്ട്, കുടുംബപ്പേര്. ആ കുടുംബപ്പേരിൻ്റെ മഹിമയാണ് ഇവർ കാലങ്ങളോളം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവരുടെ വാക്കിനെ എതിർക്കാൻ പറ്റുന്ന വേറെ കുടുംബക്കാരില്ല, ഇതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് പറയുമ്പോൾ ഇവരോട് ബന്ധപ്പെടുത്തി ഇവരെ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന കുർബാനകൾ അത് ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോന്നാണ് ഇവർ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ കത്തോലിക്ക മതം പറയുന്ന ഇന്നൊരു രീതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജനാഭിമുഖ കുർബാന തെറ്റാണെന്ന് പറയുമ്പോൾ 1968 മുതൽ കത്തോലിക്ക മതം പിന്തുടരുന്ന രീതി തെറ്റാണ്. അതുപോലെ തന്നെ ലാറ്റിൻ ക്രിസ്തുമതത്തോട് ബന്ധപ്പെടുത്തി ജനാഭിമുഖ കുർബാന നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് പോപ്പിനത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല? അപ്പോൾ ഇവിടെയാണ് വക്താക്കൾ, വ്യക്തികളുടെ താല്പര്യങ്ങളുടെ പ്രാധാന്യം. ആ അല്ലെങ്കിൽ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ പാപ്പസിയുടെ കീഴിൽ നിലനിൽക്കുന്ന കേരളത്തിലെ ലാറ്റിൻ ക്രിസ്തുമതത്തിൽ ജനാഭിമുഖ കുർബാന നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും തെറ്റാണ്. അപ്പോൾ അതിൽ തീരുമാനം. അവിടെയാണ് ഞാൻ പറയുന്നത്, വ്യക്തികൾ തമ്മിലുള്ള അധികാര വടംവലിയാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് പോപ്പ് കടന്നു വരുന്നത്? പാപ്പസി എന്ന് പറയുന്ന ഒരു അധികാര രീതിയാണ്. ആ അധികാരം നിലനിർത്താൻ വേണ്ടി ഓരോ പ്രദേശത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ റോമൻ പാപ്പസിയുടെ ആധിപത്യം കൈയാളിയിരുന്ന് വീണയോട് ബന്ധപ്പെട്ട് വരുന്ന കുറെ കുടുംബക്കാരായിരുന്നു. അവിടെയുള്ള ആൾക്കാർ മാത്രമേ പോപ്പായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ ആ പോപ്പിന് ഈ കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഭാഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള, ആശീർവദിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നും കൂടി പറഞ്ഞ് നമുക്കിത് പൂർത്തീകരിക്കും. അതായത് ഈ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്ന 1500 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 1500 കാലഘട്ടം തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് കച്ചവടം നടത്താനുള്ള അധികാരം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് പോപ്പാണ്. ഇന്ത്യൻ സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് ഓഷനും ഈ നാവികയാത്ര നടത്താനുള്ള അല്ലെങ്കിൽ യുദ്ധം ചെയ്ത പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി കത്തോലിക്ക മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം കൊടുക്കുന്നത് പോപ്പാണ്. അപ്പോൾ പോപ്പ് സഭയുടെ ഈ പറഞ്ഞ ദൈവികമായ കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, അവിടെ പോപ്പ് ഒരു അധികാരവർഗമായിട്ട് മാറും. ആ അധികാരവർഗത്തിൻ്റെ പുറകിൽ തന്നെ കിട്ടിയിട്ട കുറേ പോപ്പുമാരുടെ ഭരണമാണ് ശരിക്കും പറഞ്ഞ പാപ്പസി. ആ പാപ്പസി നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ കർദിനാൾമാർ അതുപോലെ തന്നെ ബിഷപ്പുമാരെല്ലാം അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളും അദ്ദേഹവും കേൾക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ വരുന്നത്.